മെട്രോയുടെ അറ്റകുറ്റപ്പണികളും കൺട്രോളിംഗ് കേന്ദ്രവും ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ മുട്ടം യാർഡ് ചതുപ്പ് നിലമായിരുന്നു. ആ ചതുപ്പ് നിലം ഇക്കാണുന്ന രീതിയിലാക്കാൻ വേണ്ടി വന്നത് 75,000 ലോഡ് മണ്ണാണ്. വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണ് എത്തിക്കുകയായിരുന്നു. ഈ നിലമുറുക്കിലായിരുന്നു DMRC നേരിട്ട പ്രധാന വെല്ലുവിളിയും. തുടക്കത്തിൽ പ്രതിദിനം 5,000 മുതൽ 6,000 വരെ തൊഴിലാളികൾ മെട്രോയ്ക്കായി പണിയെടുത്തു. അൽസ്റ്റോമാണ് കോച്ചുകളുടെ നിർമ്മാണം. 3 സെറ്റ് കോച്ചുകളുള്ള ഒരു ട്രെയിനിന് മുതൽ മുടക്ക് 30 കോടിയോളമാണ്. ഇത്തരത്തിലുള്ള 25 ട്രെയിനുകളാണ് കൊച്ചിയിൽ കുതിക്കുക. 136 യാത്രക്കാർക്ക് ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാം. നിന്ന് ഉൾപ്പെടെ 600 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. തിങ്ങി നിറഞ്ഞാലും 900 പേരെ വരെ സുരക്ഷിതമായി വഹിക്കാം. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് നിയന്ത്രണ സംവിധാനമായതിനാൽ ഓരോ 2 മിനിറ്റിലും പിന്നാലെ ട്രെയിനുകൾ ഓടിക്കാം. മുന്നിൽ പോകുന്ന ട്രെയിൻ നിന്നാൽ പിന്നാലെയുള്ള എല്ലാ ട്രെയിനുകളും നിൽക്കും. അതുകൊണ്ട് കൂട്ടിയിടി പേടിക്കേണ്ട. പാലാരിവട്ടം വരെ 640 തൂണുകളിലായാണ് മെട്രോ പായുക. ഏറ്റവും ഉയരം കൂടിയ തൂൺ ഇടപ്പള്ളിയിലെ പില്ലർ നമ്പർ 406. 2020 ആകുമ്പോൾ 1 മണിക്കൂറിൽ ഇരുദിശയിലേക്കുമായി 17,663 യാത്രക്കാർ മെട്രോയിൽ ഉണ്ടാകുമെന്നാണ് കണക്ക്. 2025 ഇത് 21,065 പേരാകും. തിരക്കേറിയ സമയത്ത് ഇത് 54,000 പേർ വരെ അയക്കാമെന്ന് DMRCയുടെ കണക്കുകൾ പറയുന്നു. 2025 5.39 ലക്ഷം പേരെയും ഒരു ദിവസം മെട്രോയിൽ പ്രതീക്ഷിക്കാം. തുടക്കത്തിൽ ഓരോ യാത്രക്കാരനും ശരാശരി 7.25 കിലോമീറ്റർ ദൂരമെങ്കിലും കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുമെന്നും DMRC കരുതുന്നു. ഹർത്താൽ ദിനത്തിൽ പോലും മുടക്കമില്ലാതെ പണികൾ നടന്നു എന്നതാണ് മറ്റൊരു ആശ്ചര്യം. ഇത്രമാത്രം കൗതുകങ്ങളുള്ള കൊച്ചി മെട്രോ എന്തെല്ലാം കാണാക്കാഴ്ചകളാവും ഒരുക്കിയിരിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് കൊച്ചിയും കേരളവും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.